എന്നാൽ മറ്റു പല കലണ്ടറുകൾ അഥവാ റോമൻ കലണ്ടറുകൾ നമുക്കിടയിൽ നമ്മൾ പറഞ്ഞു പരത്തിയ ഇംഗ്ലീഷ് കലണ്ടറുകൾ തീർത്തും അത് ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ഒരു കലണ്ടറയല്ല. ഇംഗ്ലീഷ് അക്ഷരമാല പോലും അതിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ആ ഇംഗ്ലീഷ് മാല പോലും ഇംഗ്ലണ്ടുകാരുണ്ടാക്കിയതല്ല, അഥവാ ഇംഗ്ലീഷുകാരുണ്ടാക്കിയതല്ല. അത് തീർത്തും റോമൻ ലിപികളാണ്, അത് റോമൻ കലണ്ടറുകളാണ്. ഗ്രിഗോറിയൻ മാർപ്പാപ്പയുടെ റോമൻ കലണ്ടറുകൾ അതിൽ ആദ്യം 7 മാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോഴും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 മാസങ്ങളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. 7 മാസങ്ങളാണ് എന്ന് റോമൻ കലണ്ടറുകളിൽ വന്നപ്പോഴും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി തന്നത് അത് 12 മാസങ്ങളാണ് എന്നാണ്. മാത്രമല്ല 3 വേണ്ടി ജീവിച്ചിരുന്ന അറബികളുടെ ഇടയിലേക്ക് നിരക്ഷരനായ ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവിടുന്ന് ഓതിക്കൊടുക്കുന്നതും 12 മാസത്തെ പറ്റിയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ. ആ 12 മാസത്തിലേക്ക് തന്നെ ഈ ഗ്രിഗോറിയൻ മാർപ്പാപ്പയുടെ ഗ്രിഗോറിയൻ കലണ്ടറുകൾ മടങ്ങി വരുന്നതെന്ന് നമ്മൾക്കറിയാം. ആ 12 മാസത്തിൽ തന്നെ അവസാനം ഗ്രിഗോറിയൻ കലണ്ടറുകൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ മുമ്പേ നമുക്ക് പറഞ്ഞു തന്നതാണ് 12 മാസങ്ങളാണ് ഉള്ളത് എന്ന്. അവസാനം ഗ്രിഗോറിയൻ കലണ്ടറുകൾക്ക് 12 മാസം എന്ന് പറയേണ്ടി വന്നു.